ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞാനിന്ന് എൻ്റെ ഒരു സെക്കൻഡ് വർക്കിനാണ് പോകുന്നത്. അതിൻ്റെ വിശേഷങ്ങളാവാം ഇന്നത്തെ വ്ളോഗിൽ. ഞാൻ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് കുറച്ച് നൂഡിൽസും ഓംലെറ്റൊക്കെ ഉണ്ടാക്കി ഒരു കപ്പ് ചായ ഇട്ടു. ഗ്യാസ് ഓഫ് ചെയ്തേക്കാം, അല്ലെങ്കിൽ എൻ്റെ മോൻ ഗ്യാസിൽ കളിക്കും. അങ്ങനെ ഞാൻ ഫ്രഷായി ഒന്ന് റെഡിയായിട്ട് നിന്നിട്ടുണ്ട്. അങ്ങനെ ഞാനും കുറച്ച് നൂഡിൽസൊക്കെ കഴിച്ചിട്ടോ. ഇതിൻ്റെ അകത്ത് ഒരു ചായയൊക്കെ കുടിച്ച് എൻ്റെ ബാഗെല്ലാം തലേ ദിവസം തന്നെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റെഡിയായി നിന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, ഇന്നലെ ഞാൻ കറക്റ്റായിട്ടൊരു റെയിൻകോട്ട് മേടിച്ചു. അതെന്തായാലും ഉപകാരമായി. കാരണം നല്ല മഴയാണ് പുറത്ത് കേട്ടോ. ഇപ്പം സമയം ഒരു 4 മണി അടുത്തായിട്ടുണ്ടാവുമായിരിക്കും. അങ്ങനെ ദൈവമേ, എൻ്റെ വണ്ടിക്കൊന്നും പണി തരല്ലേ, ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, കൂടെ ഉണ്ടാവണേന്നൊക്കെ പ്രാർത്ഥിച്ചു ഇറങ്ങി. ആ സമയം 4:15 രാവിലെ. അങ്ങനെ ഞാൻ എൻ്റെ പെട്ടിയും കൂടെ കുറച്ച് റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്ഥലത്തേക്ക് പോവാം. അങ്ങനെ ഞാൻ കറക്റ്റ് 5:20 നമ്മുടെ ലൊക്കേഷനിലെത്തി. അപ്പോഴാണ് എനിക്ക് ചെറുതായിട്ട് പണി കിട്ടിയെന്ന് മനസ്സിലാവുന്നത്. കാരണം എൻ്റെ ക്ലയൻറ്റ് ഫോൺ എടുക്കുന്നില്ല. എങ്ങനെയൊക്കെയോ അവളുടെ അച്ഛനെ കണ്ടു, തപ്പിപ്പിടിച്ച് ഈ വീട്ടിലെത്തിയപ്പോഴത്തേക്കാണ് ആരും എഴുന്നേറ്റിട്ടില്ല. എല്ലാവരും സുഖനിദ്രയിലായിരുന്നു. പിന്നെ ഞാൻ ഓരോരുത്തരായിട്ട് വിളിച്ചു, എഴുന്നേൽപ്പിച്ചു, പോയി ഒന്ന് ഫ്രഷായി വരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് നേരം വീട്ടിലിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. 5:30 സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് വൈകിപ്പോയി. ഇതാണ് പാറു. അപ്പോൾ പാറുവാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വർക്ക് തരുന്നത്. പാറുവിനും പാറുവിൻ്റെ 2 അനിയത്തിമാർക്കും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വർക്ക്. പാറുവിന് അങ്ങനെ ലെൻസൊക്കെ വെച്ചു, ലാഷസൊക്കെ വെച്ചു, എക്സ്റ്റൻഷനൊക്കെ വെച്ചു. അങ്ങനെ ഒരു ലുക്കിലായിരുന്നു പാറുവിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ലെൻസൊക്കെ വെച്ചു, ഐ മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇതാണ് ലച്ചു, പാറുവിൻ്റെ കസിൻ സിസ്റ്ററാണ്. എനിക്ക് ഒട്ടും മേക്കപ്പ് വേണ്ട, ആരെങ്കിലും എന്തെങ്കിലും പറയും എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരുന്നൊരു കുട്ടിയായിരുന്നു ലച്ചു. അത്യാവശ്യം പിഗ്മെൻറ്റേഷൻസ് ഉള്ളൊരു ഫേസായിരുന്നു. ഫോർഹെഡും അപ്പർ ലിപ്പും പിന്നെ കഴുത്തൊക്കെ അത്യാവശ്യം പിഗ്മെൻറ്റേഷൻസൊക്കെ ഉണ്ടായിരുന്നു. അത് തീരെ മേക്കപ്പ് വേണ്ട, ബ്ലഷ് തീരെ വേണ്ട, ഫൗണ്ടേഷൻ തീരെ വേണ്ട, അങ്ങനെ എല്ലാം വളരെ കുറവ് മതി എന്ന് പറഞ്ഞിരുന്ന ആളാണ്. അങ്ങനെ നമുക്ക് ലച്ചുവിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോയുടെ അവസാനം കാണാവേ. നെക്സ്റ്റ് നമ്മുടെ പാറുവിൻ്റെ അനിയത്തി വൈഗയാണ്. വൈഗയ്ക്കും വേണ്ടിയിട്ടും ഹെയറും മേക്കപ്പും ആണ് ഞാൻ ചെയ്തത്. അങ്ങനെ ഓൾറെഡി നമ്മൾ പാറുവിൻ്റെ സാരി പ്രീപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സാരി ഡ്രൈപ്പ് ചെയ്യാൻ അധികം സമയം എനിക്ക് ആവശ്യമായിട്ട് വന്നില്ല. അപ്പോൾ പാറുവിൻ്റെ മേക്കപ്പും ഹെയറും എല്ലാം കഴിഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കറണ്ട് പോക്കൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈഗയുടെ ഹെയറും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേൾസൊക്കെ ചെയ്ത് ഒരു മെസ്സി ആയിട്ട് സൈഡിൽ കൂടെ പ്രത്യേകം വരണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് നമ്മൾ വൈഗയുടെ ചെയ്ത് കൊടുത്തത്. അങ്ങനെ സൈഡിൽ കൂടെ നമ്മൾ ചെറിയൊരു മെസ്സി ഹെയർ സ്റ്റൈലൊക്കെ വൈകയ്ക്കും ചെയ്തു. അതാണ് അപ്പോൾ നമ്മുടെ 3 സുന്ദരി കുട്ടികൾ. ഇവരുടെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റിൽ തീർച്ചയായിട്ടും പറയണം. അപ്പോൾ 3 പേരുടെയും ഹെയറൊക്കെ സെറ്റ് ചെയ്തു, മേക്കപ്പൊക്കെ ചെയ്തു, സാരിയൊക്കെ ഡ്രൈപ്പ് ചെയ്തു. സാരി നമ്മൾക്ക് പാറുവിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർക്കും 3 ഞാനിപ്പോൾ ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് കാണിക്കാം. എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണ് കാവ്യയുടെ ലുക്ക്. ഇതാണ് ലച്ചുവിൻ്റെ മേക്കപ്പ് തീരെ വേണ്ടാന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു. ഇതാണ് വൈഗയുടെ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണേ. തിരിച്ച് ഞാൻ വീടെത്തിയപ്പോൾ ഒരു 12-1 മണി എന്തോ ആയിന്ന് തോന്നണേ. നല്ല മഴയായിരുന്നു ഹൈവേയിൽ. വളരെ കണ്ണ് പോലും കാണാൻ പറ്റാത്ത അത്ര മഴയത്താണ് ഞാൻ വണ്ടി ഓടിച്ച് വന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ആ യാത്ര. മഴയത്ത് നല്ല അടിപൊളി ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ടു. കുറേ നല്ല ഹെവി മഴ നനഞ്ഞു. വണ്ടിയൊക്കെ ഓടിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് ഞാൻ വന്നത് തിരിച്ച്. അപ്പോൾ ബായ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യണേ. ബായ്.